ഒക്കെ കൊല കൊല പുള്ളി തിന്നൂല്ലോ. കൊല മാത്രം ഒഴിവാക്കിയിട്ടില്ലേ? ആ കൊല തിന്നില്ല, അതങ്ങനെ അങ്ങ് പോകും. ഇതിലല്ല കയറിയ? ആ ഇത് ഇറങ്ങിയതാ കയറിയത് ഇറങ്ങിയതാ അവിടെ. കവുങ്ങ് ഒട്ടിച്ചിട്ടിട്ടില്ലേ? അല്ല, കവുങ്ങ് പിടിച്ചൊക്കെ കയറിയതാ. അല്ല, അത് ഷോർട്ടാക്കാൻ വേണ്ടി, കമ്പി ഷോർട്ടാക്കാൻ വേണ്ടി. ആ അത് തന്നെ ഓടിച്ചിട്ടേക്കാ. രണ്ട് കവുങ്ങ് അങ്ങ് ഓടിച്ചിട്ട് തെന്നിപ്പോയില്ലേ. പടക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് നമ്മളെ ടോർച്ചൊക്കെ കാണുകയാണെങ്കിൽ ടോർച്ചിൻ്റെ അടുത്തേക്ക് ഓടി വരും. ആണല്ലേ? പിന്നെ അത് കവുങ്ങ് ഈ തെങ്ങ് വീണപ്പോൾ കംപ്ലീറ്റ് ഇതും പോയി. ഇത് ഈ പൈപ്പ് പ്ലംബിങ് ചെയ്യുന്ന ഇതൊക്കെ പ്ലംബിങ്ങുള്ള. ഓ, മറ്റേ വെള്ളം നനയ്ക്കുന്ന വേനക്ക് എന്ത് നനച്ചിട്ടും കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ആ ചേട്ടൻ്റെ പറമ്പ് കാണാനായിട്ടാണ് പോകുന്നത്. ഏതായാലും നോക്കാം. അദ്ദേഹത്തിൻ്റെ കുറേ വാഴയും നെല്ലും ഒക്കെ കളഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സ്ഥലം കല്ലൂർ, വയനാട് ജില്ലയിലെ കല്ലൂർ കല്ലുമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ച ആന ഒരാളെ ചവിട്ടിയ മാറോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. എൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് പത്രോസ്. ഇവിടെ എന്തൊക്കെ കൃഷികളാണ് ഉള്ളത്? ഇവിടെ എനിക്ക് വാഴയുണ്ട്, കപ്പയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പിന്നെ മറ്റുള്ള എല്ലാ കൃഷികളും ഉണ്ട്. ആണല്ലേ? ആ, നെൽകൃഷിയുണ്ട്. ആണല്ലേ? ആന ഇവിടെ സ്ഥിരം വരാറുള്ളതാണോ? ഇല്ല, സ്ഥിരം വരാറുണ്ട്. പക്ഷേ ഈ സീസണിൽ വരാറില്ല. ഓഹോ. ഈ കൊയ്ത്തും ഇതൊക്കെ ആകുമ്പോൾ വരാറുണ്ട്. ഈ സീസണിൽ ഒരിക്കലും വരാറില്ല. അല്ലേ? ഇന്നലെ എത്ര മണിയായപ്പോഴാണ് വന്നേ? ഇന്നലെ അല്ല, മിനിയാന്ന് ശനിയാഴ്ച രാത്രി. എത്ര മണിയായപ്പോൾ? ഒരു 8:30 മൂടിയായി കാണും. 8:30. മഴയല്ലേ, അതെ. മഴ കാരണം അറിയില്ല. പക്ഷേ ഞാൻ താമസം കണ്ടിമാടാണ്, കൃഷി സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ട് അറിഞ്ഞില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന് ഒത്തിരി നാശനഷ്ടം വരുത്തിയിട്ടുണ്ടോ? ആ, കുറേ ഉണ്ട്. 2 തെങ്ങ്, 4-5 കവുങ്ങ്, കുറേ വാഴ, കുറേ 10-50,000 റുപ്യേൻ്റെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട്. ആണല്ലേ? അതിപ്പോൾ ഇത് പോയി നോക്കുമ്പോൾ അറിയാം. എന്നാൽ ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ടല്ലേ? ആ, നല്ല കാറ്റാ ഇവിടെ. നല്ല ഇതല്ലേ ചേട്ടൻ്റെ പറമ്പ് അപ്പുറത്തെ സൈഡിലാ? ഇതാ ആ, അവിടെയല്ലേ? ഇതാ അങ്ങോട്ട് പോകാം കേട്ടോ. ചേട്ടൻ്റെ മാത്രമാണോ പോയേ? ഇല്ലല്ല, ഇതാ ബൈക്കുണ്ടോ? 3-4 പേരുണ്ട്. ആ, ഇതാ അവരുടെ വീട് വരെ വന്നാണോ? അതെ, വാഴ കടന്നുണ്ടോ? ആ, കണ്ടുണ്ട്. അതിൽ ഇത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഓരെണ്ണമാണ് ചവിട്ട് കാണുന്നത്. ഒരെണ്ണം അല്ലേ? പക്ഷേ ഈ ഓരെണ്ണം തിന്നുപോണേ സങ്കടമില്ല. നശിപ്പിക്കുക അല്ലേ? ആ, നശിപ്പിച്ച് കളയാ. ഇത് കംപ്ലീറ്റ് ഒടിച്ച് പറക്കി കളയല്ലേ. തിന്നുപോണേ 10 വാഴ തിന്നാലും അതിനെ വേറെ അറിയില്ല. ആണല്ലേ? പക്ഷേ ഇതാണ് അതിൻ്റെ കുഴപ്പം. കംപ്ലീറ്റ് ഇതാക്കി കളയാ. ചുമ്മാ ഒരു ഉപകാരം ഇല്ലാണ്ടാക്കി ഒരു ഉപകാരം ഇല്ലാതാക്കും. ഇതുകൊണ്ട് ആ വഴിക്കട വന്നിട്ട് അവരുടെ വീട് വരെ വന്നു. സാധാരണ വേനൽ കൊയ്ത്തൊക്കെ ഈ ഇതൊക്കെ കഴിയുമ്പോഴാണ് ഇത് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഫോറസ്റ്റ് അവിടെയല്ലേ? ഇത് ഇതിൻ്റെ അപ്പുറം ഫോറസ്റ്റ് അതാ കാണണേ. ആണല്ലേ? പക്ഷേ ഈ സീസണിൽ വരാറില്ല. പിന്നെ അത് തന്നെയല്ല, സ്ഥിരം വാച്ചർമാരുണ്ട്. ഈ വാച്ചർമാരെ ഇവർ മാറ്റി കളഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അങ്ങോട്ട് മാറ്റി ഇവർ ഇവിടെ ഇല്ലാതാക്കി. അപ്പോൾ എന്നറിയോ ഇവിടെ എന്താ അങ്ങനെ ഇല്ലാതാക്കാൻ കാരണം എന്താ? എന്താ അങ്ങനെ കാരണം എന്താ? അവർ സ്ഥിരം കൂലിക്കല്ലേ. കൂലിക്കാവുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് വിടും. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് ആന ഇറങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വിടും. സ്ഥിരം വാച്ചർമാരാണെങ്കിൽ ഒരു കാര്യമുണ്ട്, അവർ നോക്കിക്കോളും. അവർക്ക് ഇറങ്ങണ സ്ഥലം അറിയാം. അവരാ കടമ്പയൊക്കെ നോക്കും. ഈ പെൻസിങ് നാശമായ അതൊക്കെ നോക്കും. ഇപ്പം അതൊന്നുമില്ല, നോക്കുന്നില്ല. അതാണ്. ഇന്നലെ ഇവിടെ വാച്ചർമാരില്ലായിരുന്നല്ലേ? കുറേ ആയിട്ടില്ല. ആണല്ലേ? കുറേ ആയിട്ടില്ലല്ലേ? കുറേ ആയിട്ടില്ല. അതാണ് ഇവർ ലാഭത്തിന് വേണ്ടിയിട്ടേ കൊയ്ത്ത് കഴിഞ്ഞാൽ വാച്ചർമാർക്ക് വിടും, ഒഴിവാക്കും.
പിന്നെ ഇവിടെ ഈ പരിസരത്തൊന്നുമില്ല. പിന്നെ തെങ്ങ് കവുങ്ങല്ലേ, അത് പോട്ടെ, പോട്ടെ എന്നല്ലേ. അവർക്ക് എന്താ കുഴപ്പം? അത് നമുക്കിപ്പോൾ 2-3 തെങ്ങ് പോയാൽ നമുക്ക് മാസം ഒരു കൊലയിൽ 10 കിട്ടിയാലും 100 കിട്ടും. എങ്ങനെ പോയാലും ഒരു കലയിൽ 19 ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 2 തെങ്ങ് പോയിട്ട് എത്ര ഉണ്ടാവും? മാസത്തിൽ എത്ര വരുമാനം കുറയും? 10-15,000 രൂപ അല്ലേ? അതാണ്. അപ്പോൾ അവർ സർക്കാർ നമ്മളൊന്നും കാണില്ല. സർക്കാർ വിചാരിക്കുന്ന എന്താ, കർഷകരുടെ ഇപ്പം ഞാറൊക്കെ കളഞ്ഞിട്ടുണ്ട്, നെല്ലിനൊന്നും കിട്ടില്ല. നെല്ലൊന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. അതാ ഞാറ് ചവിട്ടി കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അവർ പറഞ്ഞു, വേടന്മാർ വന്നപ്പോൾ ഇന്നലെ എന്താ പറഞ്ഞത്, മിനിയാന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതറിയോ? നെല്ലിന് നിങ്ങൾ ഒന്നും തരില്ല എന്നല്ലേ. നെല്ലിനൊന്നും കിട്ടൂല. എന്താ നെല്ലെന്താ? ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ 5 ദിവസം കഴിഞ്ഞാൽ നടന്ന സ്ഥലം ഇതൊക്കെ. ഇതൊക്കെ 5 ദിവസം കഴിഞ്ഞാൽ പറിച്ചിടണ്ട. അപ്പോൾ 5 ദിവസം കഴിയുമ്പോഴത്തേനും പറിക്കേണ്ട ഞാറാണ് കളഞ്ഞത്. അതവിടെ പറിച്ചാൽ കിട്ടുകയില്ല. ഇനി ചെളി വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഇത് കണ്ടോ, ഒരേ മഴ കൂടുതലായതുകൊണ്ട് ഒക്കെ പറഞ്ഞു വെള്ളം പൊങ്ങിയില്ലേ? ഒക്കെ പറഞ്ഞു പോകും. എങ്ങനെ പോയാലും ഭയങ്കര അവസ്ഥയല്ലേ. എങ്ങനെ പോയത് കണ്ടോ, ഒരു ഇഞ്ചി കേടാന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഭയങ്കര കേടാണല്ലേ, ഭയങ്കര കേടാ. ഇത്രയും ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ട് വേണമല്ലോ ഇവിടെ എന്തെങ്കിലുമൊക്കെ. ഫെൻസിങ് ഇതൊന്നുമല്ലേ, എൻ്റെ ഫെൻസിങ് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഈ ഫെൻസിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരി ജുറാസിക് പാർക്കിലേക്ക് പ്രവേശിച്ച പോലെ കേട്ടോ. ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ. അതായത് എന്താ ചെയ്യുക, ആൾക്കാർ ഈ തരത്തിലൊക്കെ ഇവിടെ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാലേ വലിയ അവസ്ഥയാണ്. പറഞ്ഞിട്ട് കഴിയില്ല. ഇത്രയും ഫെൻസിങ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ മാത്രം മനസ്സിന് കിട്ടുപോയത്. എപ്പോൾ ഇവിടെ മാത്രം മനസ്സിന് കിട്ടുപോയതാ, കാരണം ഈ കുരങ്ങ് വന്ന് തിന്നുന്ന കാരണം. അതെ, വാഴയൊക്കെ കുരങ്ങ് ഭയങ്കര തീറ്റ. ആ ലക്ഷം മാത്രം പെൻഷൻ കിട്ടുപോയതാ. തരണുണ്ടോ? പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, കുറെ അതിൽ തട്ടിക്കണ്ട, ഇതിലൊന്നുമില്ല, അതിൽ മാത്രം. അതിലും കൊടുത്തിട്ടുണ്ടല്ലേ? ഇത് ആനയ്ക്ക് കൊടുക്കുന്നതാ. കാരണം അത്ര പൊന്തിയില്ലെങ്കിൽ ആന രക്ഷ ഉണ്ടാവില്ല. അതെ, ഫെൻസിങ്ങിനൊക്കെ ഇപ്പോഴേ കാണുന്നുണ്ട് കേട്ടോ. 6 മണി ആയില്ലല്ലോ? ഇല്ല, അതിന് മുന്നേ ഇടുന്നുണ്ട്. ഇല്ല, ഞാൻ കല്ലൂർ പോയതല്ലേ, ഇത് അപേക്ഷ കൊടുക്കാൻ പോയതല്ലേ. ഇത് കുരങ്ങ് ഇത് കേട്ടോ, അതിൻ്റെ വാഴ പോയതല്ലേ കേട്ടോ, അങ്ങനെ ഇതാവും. ഇതൊക്കെ കറണ്ട് ഉണ്ടെന്ന് കേട്ടോ പറയുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു ഇതൊക്കെ കറണ്ട് ഉണ്ട് കേട്ടോ. ഇപ്പോഴേ കറണ്ട് കൊടുത്തു. കാരണം പകലും ആന വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറേ കളഞ്ഞിട്ടല്ലേ. എല്ലാത്തിനും ചോട്ടി കൂടെ ഒന്ന് പോവാം. ഇത് ഇവിടെ നിന്ന് അവിടെ നിന്ന് വരണോ? ചുമ്മാ നടന്നോ, പറ്റുന്നിടത്തോടൊക്കെ പോവാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നലെ ചേട്ടൻ്റെ പറമ്പിൽ ആന അവനൊക്കെ നട്ടോ, വാഴയായിട്ടും. ഈ തെങ്ങ് കളഞ്ഞാലേ? ഇത് തെങ്ങ് മറിച്ചിട്ട് വലിയ ആനയല്ലേ? വലിയ ആന. കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ലല്ലോ. നമ്മൾ രാത്രി വെളുക്കുമ്പോഴത്തേനും ഇത് തടി എടുക്കുമല്ലോ. ഈ തെങ്ങ് എന്തിനാ ശരിക്കും? തെങ്ങിൻ്റെ എന്ത് തിന്നാനാ ഇത്? ഈ കൂമ്പ് മാത്രം തന്നെ. ഇതാ ഇത് വാഴയുണ്ട്, പിന്നെ ഇതുണ്ടോ കവുങ്ങ്. ഈ തെങ്ങ് വീണപ്പോൾ കംപ്ലീറ്റ് ഇതും പോയി. ഇതുണ്ട് ഈ പൈപ്പ് പ്ലംബിങ് ചെയ്യുന്ന ഇതൊക്കെ പ്ലംബിങ്ങുള്ള. മറ്റേ വെള്ളം നനയ്ക്കുന്ന വേനക്ക് എന്ത് നനച്ചിട്ടും കാര്യമില്ലല്ലോ. ചവിട്ടി മറിച്ച് ഇതൊക്കെ ഒക്കെ പോയി, പ്ലംബിങ് ഒക്കെ പോയി. പൈപ്പും കളഞ്ഞല്ലേ? പൈപ്പും കളഞ്ഞു. നമുക്ക് മേലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കവുങ്ങ് കളഞ്ഞല്ലേ? കവുങ്ങ് ഇതാ ഇതുണ്ടോ, അത് ആന ഇങ്ങനെ പോരുമ്പോൾ ഇത് ഒന്നുമല്ല, ഇതാ ആനപ്പണ്ടം കിടക്കുന്നു കേട്ടോ. റോഡ് മാതിരിയാക്കി പോയതുണ്ടോ? ഇങ്ങനെ പോയില്ലേ? അങ്ങനെ ഈ വഴി എങ്ങനെ കളഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കളഞ്ഞ് വഴിക്കൊക്കെ പോകുന്ന വഴിക്കുള്ള എല്ലാം കളഞ്ഞല്ലേ? പോകുന്ന വഴിക്കല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ചെറിയ കവുങ്ങൊക്കെ കംപ്ലീറ്റ് കളഞ്ഞല്ലേ. വലിയ ആനയല്ലേ? ഇത് തെങ്ങല്ലേ? തെങ്ങ്. തെങ്ങ് അവിടെ നിന്ന് മറിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മറിച്ചിട്ട അവിടെ നിന്ന് ഇങ്ങോട്ട് ചവിട്ടി
പിന്നെ ആന കയറി വന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം, എന്നാലേ മനസ്സാകുള്ളൂ. അല്ല ഇതേ ഇതിൻ്റെ ഇത് പൂൾസ് ഇതുണ്ടോ, ഇതൊക്കെ തിന്ന്. ഇല്ല ചവിട്ടിയാൽ അതാന്ന് പോവോ? ഇല്ലല്ല, ഒന്നും ആവില്ല, ഒന്നും ആവില്ല, കയറിപ്പോലും. കിടക്കുന്നുണ്ടോ? പൈപ്പൊക്കെ കംപ്ലീറ്റ് പൈപ്പ് പൊട്ടിച്ചല്ലേ? ആ, പമ്പിങ് ചെയ്യുന്നതാണ് ഇതൊക്കെ. എനിക്ക് ഇതിലങ്ങ് പോകാം. പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വെട്ടാനായ കൊലകൾ ഇതൊക്കെ കംപ്ലീറ്റ് ഇതാണ്. അങ്ങോട്ട് കളഞ്ഞുണ്ട്, പക്ഷേ അത് ഇതല്ല, കവുങ്ങ് കളഞ്ഞുണ്ട്. ഇവിടെയും വാഴ. ചവിട്ടിപ്പോയ പാടുകളാട്ടോ. ഈ കവുങ്ങുന്നതൊക്കെ ചവിട്ടി കൂത്തി കളഞ്ഞു. ഇത് കുറേ ഇതിലെ കൈ മറിച്ചിട്ടൊക്കെ വേണ്ട കേട്ടോ. ഈ കവുങ്ങുന്നതൊക്കെ അടിയിൽ പോയി, അത് നന്നാവില്ല ഇനി. അത് ഫോറസ്റ്റുകാരെ വിളിച്ച് കാണിച്ചോ? ഫോറസ്റ്റുകാർ വന്നായിരുന്നോ? ഫോറസ്റ്റുകാർ വന്നാലും ശരി, ഞായറാഴ്ച രാവിലെ വന്നു. ഇന്നലെ വന്നല്ലേ? ആ, ഞായറാഴ്ച കേട്ടോ. അത് ഒക്കെ ഇങ്ങനെയാണ്. നമുക്ക് ഇതിലങ്ങ് പോവാം. ഇതിലങ്ങോട്ട് പോവാം. കുളമാക്കിയില്ലേ പറമ്പ്? കുളമാക്കിയില്ലേ? ആ, കുളമാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. ഇത് ഒരു രാത്രി കൊണ്ട് ചെയ്താലേ? അത് ഒറ്റ രാത്രി കൊണ്ട്. കേട്ടോ, അവിടുന്ന് കയറിയത് കേട്ടോ, ഇങ്ങനെയാണ് അങ്ങനെയല്ലേ ഇറങ്ങിയത്. അവിടെ അതിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഇതിലെ പോര്. ആന ഫെൻസിങ് കേട്ടോ. ആന അവിടെ ഇറങ്ങി, എന്നിട്ട് തോട്ടിക്കട തന്നെ പോയി. തോട്ടിക്കട തന്നെ പോയിട്ട് കവുങ്ങ് ഓടിച്ചിട്ട്, അല്ല, ഈ കവുങ്ങെ പിടിച്ച് കയറിയതാ. ആഴ്ചയെന്ന് പറഞ്ഞു. ആന പോയില്ലായിരുന്നു. JCB ഒന്ന് കയറ്റേണ്ടി വന്നു. ആനയോ? ആ, ആനനെയോ? താന്നു പോയി. ആ, പിന്നെ ഇത് കേട്ടോ, താന്നു പോയത് കേട്ടോ. JCB വന്നു കയറ്റി? അല്ല, കയറ്റേണ്ടി വന്നേനേന്ന്. അങ്ങനെ. കാരണം ഇത് കേട്ടോ, എത്ര താന്നു അറിയോ. ആന പിന്നെ ഈ വഴിക്ക് വരുന്നില്ല. ഇതുണ്ടോ, കാല് താന്നു പോവാ. ഇതിലല്ല കയറിയ? ആ, ഇത് ഇറങ്ങിയതാ? കയറിയതോ? കയറിയത് ഇറങ്ങിയത് അവിടെ. കവുങ്ങ് ഒട്ടിച്ചിട്ടിട്ടല്ലേ? അല്ല, കവുങ്ങ് പിടിച്ചൊക്കെ കയറിയതാ. അല്ല, അത് ഷോർട്ടാക്കാൻ വേണ്ടി, കമ്പി ഷോർട്ടാക്കാൻ വേണ്ടി. ആ, അത് തന്നെ ഓടിച്ചിട്ടേക്കാ. രണ്ട് കവുങ്ങ് ഓടിച്ചിട്ട് കേട്ടോ. കവുങ്ങ് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാൽ കിട്ടും. ലൈൻ ഷോർട്ടാക്കാം. അപ്പോൾ ആന എങ്ങനെയാണ് ലൈൻ ഷോർട്ടാക്കുന്നതെന്ന് കണ്ടല്ലോ. ഇതുകൊണ്ട ഈ ലൈൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഷോർട്ടാവും. നമ്മൾ ആന ലൈൻ ഷോർട്ടാക്കുന്നു കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ കണ്ടല്ലോ. ഇതാ അവിടെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഇത്. അപ്പോൾ എന്തറിയോ, ഇത് അടിക്കില്ല പിന്നെ. അതെ, ഷോർട്ടായി പോയി. ഇത് ഷോർട്ടാവും, പിന്നെ അത് അടിക്കില്ല സാറ്. ചില്ലറ ബുദ്ധിയൊന്നും അല്ലല്ലേ? അത്ര ബുദ്ധി മനുഷ്യർ വരെ ഇല്ല. മനുഷ്യർ വരെ ബുദ്ധിയില്ല, അതില്ല. അതാണ്. കാരണം സാധാരണ ഇവിടെയാണ് ആന കിടക്കുന്നത്. ഇവിടെ ഫെൻസിങ്, തൂക്ക് ഫെൻസിങ് കിട്ടുന്നില്ല. അപ്പുറത്തും പറമ്പ് തന്നെയല്ലേ? ആ, പറമ്പ് തന്നെ. വെള്ളം കയറിപ്പോയല്ലേ? വെള്ളം കയറി. അപ്പം ഈ ഇത് കേട്ടോ, തൂക്ക് ഫെൻസ് ഉണ്ടല്ലോ. ആ തൂക്ക് ഫെൻസിങ് ഇട്ടതാ. പക്ഷേ ഇപ്പം അത് ഈ കാട് മൂടി കാരണം അത് ഇല്ലാതെ ആയിപ്പോയി. ഷോർട്ടായിപ്പോയി. ഇതാ ഇതിങ്ങനെ കളഞ്ഞ്
വഴിക്കൊക്കെ പോകുന്ന വഴിക്കുള്ള എല്ലാം കളഞ്ഞല്ലേ? പോകുന്ന വഴിക്കല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ചെറിയ കവുങ്ങൊക്കെ കംപ്ലീറ്റ് കളഞ്ഞല്ലേ. ആ വലിയ ആനയല്ലേ? ആ ഇത് തെങ്ങല്ലേ? ആ തെങ്ങ്. ഇത് തെങ്ങ് ഇതാ അവിടെ നിന്ന് മറിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മറിച്ചിട്ട, അവിടെ നിന്ന് ഇങ്ങോട്ട് ചവിട്ടി. പിന്നെ ആന കയറി വന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം, എന്നാലേ മനസ്സാകുള്ളൂ. അല്ല ഇതേ ഇതിൻ്റെ ഇത് പൂൾസ് അല്ല, അത് കാണുന്നില്ല. ഏത് ആന കയറി വന്ന സ്ഥലമൊന്നും കാണുന്നില്ല. അല്ല അത് എന്നാലും നമുക്ക് കളഞ്ഞ സ്ഥലം കണ്ടു പോകാമല്ലോ. കേട്ടോ ഇതൊക്കെ തിന്ന് ഇല്ല ചവിട്ടിയത് അതാന്ന് പോവോ? ഇല്ല ഒന്നും ആവില്ല കയറിപ്പോലെ. കിടക്കുന്നുണ്ടോ? പൈപ്പൊക്കെ കംപ്ലീറ്റ് പൈപ്പ് പൊട്ടിച്ചല്ലേ? ആ പമ്പിങ് ചെയ്യുന്നതാണ് ഇതൊക്കെ. എനിക്ക് ഇതിലങ്ങ് പോവാം. പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. താഴൂല അതാ ഇത് കേട്ടോ, ഇത്രേ താഴുള്ളൂ. ആ അതിലെ കയറിക്കാം. അത് ഇത് കേട്ടോ വെട്ടാനായ കൊലകൾ ഇതൊക്കെ കംപ്ലീറ്റ് ഇതാണ്. അങ്ങോട്ട് കളഞ്ഞുണ്ട്, പക്ഷേ അത് ഇതല്ല. കവുങ്ങ് കളഞ്ഞുണ്ട്. ഇവിടെയും വാഴ. ചവിട്ടിപ്പോയ പാടുകളാട്ടോ. ഈ കവുങ്ങ് തൈയൊക്കെ ചവിട്ടി കൂത്തി കളഞ്ഞു. ഇത് കുറേ ഇതിലെ കവുങ്ങിൻ്റെ കൈ മറിച്ചിട്ടൊക്കെ വേണ്ട കേട്ടോ. ഈ കവുങ്ങ് തൈയൊക്കെ അടിയിൽ പോയി, അത് നന്നാവില്ല ഇനി. അത് ഫോറസ്റ്റുകാരെ വിളിച്ച് കാണിച്ചോ? ഫോറസ്റ്റുകാർ വന്നായിരുന്നോ? ഫോറസ്റ്റുകാർ വന്നാലും ശരി, ഞായറാഴ്ച രാവിലെ വന്നു. ഇന്നലെ വന്നല്ലേ? ആ ഞായറാഴ്ച കേട്ടോ. അത് ഒക്കെ ഇങ്ങനെയാണ്. നമുക്ക് ഇതിലങ്ങ് പോവാം. ഇതിലങ്ങോട്ട് പോവാം. കുളമാക്കിയില്ലേ പറമ്പ്? കുളമാക്കിയില്ലേ? ആ കുളമാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. ഇത് ഒരു രാത്രി കൊണ്ട് ചെയ്താലേ? അത് ഒറ്റ രാത്രി കൊണ്ട്. കേട്ടോ അവിടുന്ന് കയറിയത് കേട്ടോ എങ്ങനെയാന്ന്. അങ്ങനെയല്ലേ? ഇറങ്ങിയത് അവിടെ, അതിൽ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഇതിലെ പോര് ആന ഫെൻസിങ് കേട്ടോ. ആന അവിടെ ഇറങ്ങി, എന്നിട്ട് തോട്ടിക്കട തന്നെ പോയി. തോട്ടിക്കട തന്നെ പോയിട്ട് കവുങ്ങ് ഓടിച്ചിട്ട്, അല്ല ഈ കവുങ്ങെ പിടിച്ച് കയറിയതാ. ആഴ്ചയെന്ന് പറഞ്ഞു. ആന പോയില്ലായിരുന്നു. JCB ഒന്ന് കയറ്റേണ്ടി വന്നത്. ആനയോ? ആ ആനനെയോ? താന്നു പോയി. ആ പിന്നെ ഇത് കേട്ടോ താന്നു പോയത് കേട്ടോ. JCB ഒന്ന് കയറ്റി? അല്ല കയറ്റേണ്ടി വന്നേനേന്ന്. ആ അങ്ങനെ. കാരണം ഇത് കേട്ടോ എത്ര താന്നു അറിയോ. ആന പിന്നെ ഈ വഴിക്ക് വരുന്നില്ല. ഇതുണ്ടോ കാല് താന്നു പോവാ. ഇതിലല്ല കയറിയ? ആ ഇത് ഇറങ്ങിയതാ? കയറിയതോ? കയറിയത് ഇറങ്ങിയതാ അവിടെ. കവുങ്ങ് ഒട്ടിച്ചിട്ടിട്ടല്ലേ? അല്ല കവുങ്ങ് പിടിച്ചൊക്കെ കയറിയതാ. അല്ല അത് ഷോർട്ടാക്കാൻ വേണ്ടി, കമ്പി ഷോർട്ടാക്കാൻ വേണ്ടി. ആ അത് തന്നെ ഓടിച്ചിട്ടേക്കാ. രണ്ട് കവുങ്ങ് ഓടിച്ചിട്ട് കേട്ടോ. ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാൽ കിട്ടും. ലൈൻ ഷോർട്ടാക്കാം. അപ്പോൾ ആന എങ്ങനെയാണ് ലൈൻ ഷോർട്ടാക്കുന്നതെന്ന് കണ്ടല്ലോ. ഇതുകൊണ്ടാ ഈ ലൈൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഷോർട്ടാവും. നമ്മൾ ആന ലൈൻ ഷോർട്ടാക്കുന്നു കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ കണ്ടല്ലോ. ഇതാ അവിടെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഇത്. അപ്പോൾ എന്തറിയോ, ഇത് അടിക്കില്ല പിന്നെ. അതെ ഷോർട്ടായി പോയി. ഇത് ഷോർട്ടാവും പിന്നെ അത് അടിക്കില്ല സാറ്. ചില്ലറ ബുദ്ധിയൊന്നും അല്ലല്ലേ? അതിൻ്റെ അത്ര ബുദ്ധി മനുഷ്യർ വരെ ഇല്ല. മനുഷ്യർ വരെ ബുദ്ധിയില്ല, അതില്ല. അതാണ്. പട്ടിയൊക്കെ പറിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ആനയേട്ടാ? ആനയുണ്ടാവും. ആനയുണ്ടാവും. അല്ല ചേട്ടനെ പേടിയില്ലല്ലേ? ഇതുണ്ടോ കുരങ്ങ് പിന്നോടോ കായ എരിഞ്ഞുകൊണ്ട് വന്ന് ഓടി ഇങ്ങോട്ട് വരുമോ?
കുരങ്ങോ? ആന ഇങ്ങോട്ട് വരില്ല, ഇത് ഇവിടെ ഒക്കെ വീടല്ലേ. ഇപ്പോൾ വരില്ല, ആ കുന്നാൽ നിങ്ങൾ ഇറങ്ങൂല. ഇത് കേട്ടോ കുരങ്ങ് തന്നെയുള്ളൂ, കായ് കേട്ടോ. കുരങ്ങ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് വരിക. ഇത് കേട്ടോ വാഴയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുരങ്ങൻ്റെ കാ മൊത്തം കളയാല്ലേ? അല്ല കായ ഇരിഞ്ഞ് പറിച്ചോണ്ട് ഓടുക. ഓ തിന്നുന്നുണ്ടോ അത്? പിന്നെ അത് തിന്നൂലേ. തെന്നിപ്പോയില്ലേ. ചെരുപ്പ് കൊളമായി. ഇത്തേ പിടിച്ച ഇതങ്ങ് ഇങ്ങോട്ടായി ചാഞ്ഞു പോയി. ഞാനൊന്ന് പറ്റിയോ? അല്ല ഒന്നും പറ്റിയൊന്നുമില്ല, പേടിച്ചു പോയി. മൊത്തത്തിൽ ഒന്ന് വീണ് കേട്ടോ, ഇതിൻ്റെ അകത്തോട്ട് വീണാണ്. തെന്നിപ്പോയതാ തെന്നിയതാ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എത്ര റിസ്ക് എടുത്തായി വീഡിയോ എടുക്കുന്നതിന്. തെന്നി വീണ് കേട്ടോ, തെന്നി വീണ് എൻ്റെ കാല് മൊത്തം ഇതായി കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ തിന്നാ കുരങ്ങ് കാ കളയുന്നുണ്ടോ? ഇത് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ തിന്നാ ആണല്ലേ? അതിൻ്റെ ഇത് കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ തിന്ന് കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ. ഒറ്റ കായില്ലല്ലോ. ഇല്ല. അതാണ് ഇത്ര മൂക്കുമ്പോഴത്തേനും കായ കളയാല്ലേ? കരക്കായ് വരെ നമുക്ക് കൊത്തി കൊടുക്കാൻ കിട്ടില്ല. അതെ. അതാണ് അതിൻ്റെ ഇത് അവസ്ഥ അല്ലേ? കുരങ്ങും ആനയും എല്ലാം കൂടെ അല്ലേ? കുട എൻ്റെ കുട വളഞ്ഞു പോയി. കുട വളഞ്ഞു പോയി. കുട വളഞ്ഞു. ആന നമ്മുടെ പറമ്പിൽ വന്നില്ലേ, അത് അവിടെ കയറി ആ വിതക്കട പോയി തിരിച്ചു വന്നത് ഇതില്ല കേട്ടോ. ഇവിടെ തട്ടി വീഴാൻ നോക്കിയോ? കറണ്ട് ഉണ്ടല്ലോ? ഇല്ലില്ല, കറണ്ടൊന്നുമില്ല. കറണ്ട് ഞാൻ പിടിക്കില്ലോ. ഇതിലാണ് വന്നത്. ഇതിലെ പോയിട്ടല്ല. വീട്ടിലേക്ക് അവിടെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നോ, ഇരുന്ന് പോയതാ. കാലുളുക്കിയുണ്ട്. കാലേ ഉളുക്കിയോ? കാലുളുക്കിയിട്ടുണ്ട്. ഒരു വേദനയുണ്ട്. ഏത് കാല? എന്തോ ഒരു വേദന. പൊന്തിച്ച എന്നെ പിടിച്ച അങ്ങനെ വലിക്കണ്ട. അല്ല നിനക്ക് എന്നെ പിടിച്ചോ? അതെന്താണ് പൊട്ടി ആ സാധനമായിരുന്നു അല്ലേ? വളരെ ഉപകാരം. അത് നമ്മളിവിടെ ചേട്ടൻ കാല് തിരുമ്മി തന്നു കേട്ടോ. അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് ചെറിയായിട്ട്. കാല് അത് കുഴപ്പമൊന്നുമില്ല. കാല് തിന്നി നേരെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഷെഡിലുണ്ട് കുഴമ്പ്. അത് കുഴമ്പ് സ്ഥിരം വീഴ്ചയല്ലേ നമുക്ക്. പിന്നെ ഇത് നമുക്കിത് പരിചയമില്ല. ആദ്യം പറയായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി ശ്രദ്ധിച്ച് നടന്നേ. ഇതിൻ്റെ അകത്ത് ഇറങ്ങിയില്ലേ? അതാ പിന്നെ അതിലാണ് ഇങ്ങോട്ട് വന്നത് എൻ്റെ പറമ്പിൽ നിന്ന്. ഇതിനകത്തോടെയൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. മൊത്തം പോയില്ലേ? ഇത് ഇനി പറിക്കാൻ കിട്ടില്ലല്ലോ. ചവിട്ടി അത് കണ്ടോ. അതൊന്നും പറിക്കാൻ കിട്ടില്ല. മൊത്തം കളഞ്ഞു കേട്ടോ. ഇതൊന്നും പറിക്കാൻ കിട്ടില്ല ഇനി. ആന പിന്നോട്ട് വെച്ചേക്കുന്നുണ്ടോ? ആന പോയി എന്നുള്ളതിന് തെളിവുണ്ട്. ഉണ്ടോ? അതിൻ്റെ അടുത്ത് പോകണോ? നടന്ന് പോയേക്കുക. സൈഡിലും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഞാൻ ഏതായാലും ഇപ്പോൾ പോകുന്നില്ല. ഒന്ന് വീണത് കൊണ്ട് ഏതായാലും ഇച്ചിരി അധികം റിസ്ക് എടുക്കുന്നുണ്ട്. തിരിച്ച് വണ്ടി ഓടിക്കേണ്ട അതുകൊണ്ട് ഇത്ര റിസ്ക് എടുക്കാനും പറ്റില്ല. ഒന്നാമത് മഴയും കൂടെയാണ്. ഇന്നാണെങ്കിൽ തൊള്ളി തോരാത്ത മഴയും. അതെ. ഇന്ന് ഒരു സമയത്ത് ഒഴിവായിട്ടില്ല മഴ കേട്ടോ. പലയിടത്തിൽ പണി കിട്ടിയ ആ ഓർഡറിലങ്ങ് നശിപ്പിച്ച് വെച്ചേക്കും അല്ലേ? പോയ വഴിക്ക് വാഴ കളഞ്ഞേക്കുന്നുണ്ടോ? ഇതാണ് അവസ്ഥ. എത്ര എണ്ണം അല്ലേ? ഒക്കെ കൊല പുള്ളി തിന്നൂല്ലോ. കൊല മാത്രം ഒഴിവാക്കിയിട്ടില്ലേ? കൊല തിന്നില്ല. അതങ്ങനെ അങ്ങ് പോകും.
മൊത്തം കളഞ്ഞു കേട്ടോ. വലിയ അവസ്ഥയാണ്. ചേട്ടൻ ഇവിടെ നിൽക്കാം, ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ കുഴപ്പമുണ്ടാവും. ഏതായാലും ഇതാ കേട്ടോ അവസ്ഥ. കടപ്പാണ് ഇവിടെയൊക്കെ. ഇങ്ങനെയുള്ള സമയത്തേ ആന വന്ന് നമ്മളിപ്പോൾ അവിടെ ഓടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആന നമ്മളെക്കാളും മുമ്പ് ചെളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ആന നമ്മളെ തട്ടിയിട്ടിടങ്ങ് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ. അങ്ങോട്ട് പോകാൻ നിൽക്കുകയല്ലേ? അങ്ങോട്ട് പോകാൻ നിൽക്കുകയല്ലേ? അല്ല അങ്ങോട്ട് അല്ല പോവും. പക്ഷെ നമ്മുടെ കൃഷി നശിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റും. അതെ അതെ അതെ. നമ്മൾ കൃഷി നശിപ്പിക്കുമ്പോൾ പടക്കമൊക്കെ മേടിച്ച് വെച്ചേക്കുമായിരിക്കും അല്ലേ? പടക്കം മേടിച്ച് വെച്ചേക്കുമായിരിക്കും അല്ലേ? ആ പടക്കമുണ്ട്. പടക്കം പൊട്ടിച്ചാലും ഇത് പോകില്ല. അതെ, എന്ത് ചെയ്താലും പോകില്ല. ഭയങ്കര അത് അത്ര ഇതാണ്. പടക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് നമ്മളെ ടോർച്ചൊക്കെ കാണുകയാണെങ്കിൽ ടോർച്ചിൻ്റെ അടുത്തേക്ക് ഓടി വരും. ആണല്ലേ? ഏനെ രാത്രി പിന്നെ ഓടിക്കാൻ പോകാതിരിക്കാൻ സുഖം. അങ്ങനെ ചവിട്ടി നടന്ന കേട്ടോ. വീടിൻ്റെ ഇവിടം വരെ വന്നിട്ടല്ലേ? ആ അതാ ഇവിടെ കേട്ടോ, ഇത് ഷെഡ്. ഇവിടെ വരെ ആന വന്നിട്ട് പിന്നെ എന്താ തിരിഞ്ഞു പോയെന്ന് നമുക്കും അറിയില്ല. ഷെഡാണ് അത് ഇതായി കളഞ്ഞത്. അപ്പം നമ്മൾ കേട്ടല്ലോ, ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. നമ്മൾ ഈ പറമ്പൊക്കെ കണ്ടു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ വഴിക്ക് കണ്ട ഒരു വീട്ടിൽ കാല് കഴുകാൻ കയറിയേക്കാം. അപ്പോൾ ഞാൻ അവിടെ തെന്നി വീണാൽ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെട്ടാട്ടോ ഈ കർഷകരൊക്കെ ഈ പറമ്പിൽ കൂടെയൊക്കെ നടക്കുന്നത്. ഏതായാലും ആ കർഷകൻ്റെ പറമ്പ് നമ്മൾ കണ്ടു. ഒത്തിരിയധികം നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വളരെയധികം കൂടി വരികയാണ്. പുള്ളിക്ക് 19,000 രൂപയുടെ നഷ്ടം വന്നെന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നെന്ന് പറയുന്നത്. ഇതുപോലെ വളരെ കഷ്ടപ്പെട്ടും പൊരുതിയും തന്നെയാണ് കർഷകർ ജീവിക്കുന്നത്. ഏതായാലും ഇവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.